ലോകത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ് വ്ളാഡിമിർ പുടിൻ. പുടിനെക്കുറിച്ച് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പേർക്കും അറിയാത്ത ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വ്ളാഡിമിർ പുടിൻ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? അതും എപ്പോഴാണെന്ന് അറിയാമോ? സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് കാശിന് അത്യാവശ്യം വന്നപ്പോൾ ടാക്സി ഡ്രൈവറായിട്ട് വരെ താൻ ആ സമയത്ത് 90-കൾക്ക് ശേഷമാണ് കേട്ടോ, സോവിയറ്റ് യൂണിയൻ തകർന്ന ആ നാളുകളിൽ താൻ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് വ്ളാഡിമിർ പുടിൻ തന്നെയാണ്. രണ്ടാമത്തെ ഫാക്ട്, KGB-യിൽ ഒരു സ്പൈ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു എന്ന് അറിയാമോ? ഈ സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കെല്ലാം തന്നെ കോഡ് നെയിം ഉണ്ടാവും. നമ്മുടെ വ്ളാഡിമിർ പുടിന്റെ കോഡ് നെയിം എന്ന് പറയുന്നത് ഏജന്റ് പ്ലാറ്റോ എന്നായിരുന്നു. മൂന്നാമത്തെ ഫാക്ട്, ഈ വ്ളാഡിമിർ പുടിന് പ്രായമാകത്തില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും വലിയ കോൺസ്പിറസി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യമായിട്ടും സൗന്ദര്യമായിട്ടും ബന്ധപ്പെട്ടാണ്. അതായത് അദ്ദേഹം എപ്പോഴും ഒരുപോലെ ആ ഒരു സൗന്ദര്യവും ഹെൽത്തും ഒക്കെ നിലനിർത്തുന്നത് എന്തോ ഒരു അത്ഭുതമായിട്ടും മാജിക് ആയിട്ടും ഒക്കെയാണ് ഈ റഷ്യക്കകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടാറുള്ളത്. എന്നാൽ അതിന്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം, ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ്, വളരെയധികം സമയം അദ്ദേഹം എക്സസൈസും മാർഷൽ ആർട്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതിലൂടെയും അതോടൊപ്പം തന്നെ ഇടയ്ക്ക് ആരും അറിയാതെ പ്ലാസ്റ്റിക് സർജറി പോലുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടാണ് വ്ളാഡിമിർ പുടിൻ തന്റെ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ നിലനിർത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നാലാമത്തെ ഫാക്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞുവല്ലോ, അദ്ദേഹം മാർഷൽ ആർട്സിൽ താല്പര്യമുള്ള ആളാണ്. ഇതൊരു പക്ഷേ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ഇദ്ദേഹം ബ്ലാക്ക് ബെൽറ്റ് ആണ് കേട്ടോ. കരാട്ടയിലും ജൂഡോയിലും ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുള്ള ആളാണ് വ്ളാഡിമിർ പുടിൻ. ഇനി അഞ്ചാമത്തെ ഫാക്ട് ഒരുപക്ഷെ മലയാളികളിൽ പലർക്കും ഒരു പുതിയ കാര്യമായിരിക്കാം. പൊതുവെ സോവിയറ്റ് യൂണിയന്റെ ചാരനായിരുന്നു, സോവിയറ്റ് യൂണിയനിൽ നിന്ന് റഷ്യൻ പ്രസിഡന്റായിട്ട് വന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്ളാഡിമിർ പുടിൻ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു കട്ട കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ്. എന്നാൽ സത്യമായിട്ടുമല്ല. ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് മാത്രവുമല്ല, ഒന്നാം തരം ഒരു വിശ്വാസിയാണ്. അതായത് ക്രിസ്തീയ വിശ്വാസിയാണ് അദ്ദേഹം. ദൈവത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരു കട്ട ഡീപ്പായിട്ടുള്ള ഒരു റിലീജിയസ് പേഴ്സൺ ആണ് ഇദ്ദേഹം. ആറാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ കഷ്ടത നിറഞ്ഞൊരു ബാല്യകാലമാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അന്ന് റഷ്യയിൽ ഈ കമ്മ്യൂണൽ ഹൗസിംഗ് രീതി ഉണ്ട്. അതായത് ഒറ്റ വീട്, ഒരു അപ്പാർട്ട്മെന്റ്, ആ അപ്പാർട്ട്മെന്റിൽ ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ചേർന്ന് ഈ കിച്ചൺ ഷെയർ ചെയ്യും, ബാത്റൂംസ് എല്ലാ ഫാമിലീസും ഷെയർ ചെയ്യും. സോ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഇദ്ദേഹം വളർന്നിട്ടുള്ളത്. ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏഴാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു ആനിമൽ ലവറാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഡോഗ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ അനിമൽ ലവർ ആയിട്ടുള്ള അദ്ദേഹം ഒരു മുട്ടൻ പണി ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. വേറെ ആർക്കുമല്ല, ജർമ്മൻ ചാൻസലർ ആയിരുന്ന എംഗല മെർക്കൽ. വേണമെങ്കിൽ നമുക്ക് ഏഞ്ചല മെർക്കൽ എന്ന് വിളിക്കാം. ഓക്കെ, എംഗല മെർക്കലിനാണ് ഇങ്ങനത്തെ ഒരു പണി അദ്ദേഹം കൊടുത്തത്. വേറൊന്നുമല്ല, അവരുമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു നായയും കൊണ്ടാണ് അദ്ദേഹം വന്നത്. അതും നല്ലൊരു 1.5 മുതലാണ് കേട്ടോ, ഈ കാണുന്നതാണേ. അപ്പോൾ ഈ മെർക്കലിനൊരു പ്രശ്നമുണ്ട്. മെർക്കലിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ജീവിയാണ് നായ. ഇത് മനസ്സിലാക്കിയിട്ടാണ് വ്ളാഡിമിർ പുടിൻ എന്ത് ചെയ്തത്, ഇതിനെയും കൊണ്ട് തന്നെ വന്നത്. വീഡിയോ കണ്ടാൽ നമുക്കറിയാം, മെർക്കൽ വളരെയധികം അൺകംഫർട്ടബിൾ ആയിരുന്നു നായയെ കണ്ടതിന് ശേഷം. വളരെ അസ്വസ്ഥതപ്പെട്ടാണ് അവരവിടെ ഇരുന്നത്. എന്നാൽ പുടിൻ ആകട്ടെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാം. അതാണ് വ്ളാഡിമിർ പുടിൻ. വളരെ തന്ത്രപരമായിട്ടുള്ള കളികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി എട്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്, വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന ലോകം ഭയപ്പെടുന്ന കരുത്തനായിട്ടുള്ള വ്യക്തിയുടെ പേടി എന്താണ്? അദ്ദേഹം എന്തിനെയാണ് ഭയപ്പെടുന്നത്? അമേരിക്കയാണോ, ചൈനയാണോ, ഇന്ത്യയാണോ, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലുമാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ഭയപ്പെടുന്നത് ഇന്റർനെറ്റിനെയാണ്. അതെ, വ്ളാഡിമിർ പുടിന് ആകെ പേടി ഇന്റർനെറ്റ് ആണ്. കാരണം തന്നെ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം. അദ്ദേഹം ഒരു ചാരപ്രവർത്തനമൊക്കെ നടത്തിയിരുന്ന ആളായതുണ്ടാകാം. അതായത് ഇന്റർനെറ്റിന്റെ ന്യൂനതകളെ കുറിച്ചും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതിനാൽ തന്നെ പുടിൻ വളരെ കുറച്ചു മാത്രമാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്, അതും വളരെ കെയർഫുൾ ആയിട്ട്. ഒൻപതാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്, വ്ളാഡിമിർ പുടിനും ഉണ്ട് കേട്ടോ ചില ഹോബീസ് ഒക്കെ. പുടിന്റെ ഏറ്റവും വലിയ ഹോബീസിൽ ഒന്നാണ് ഈ പഴയ വാച്ചുകൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത്. പഴയതും പുതിയതുമായിട്ടുള്ള വാച്ചുകൾ അദ്ദേഹം കളക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ പുരാവസ്തുക്കൾ കളക്ട് ചെയ്യുക എന്നതും വ്ളാഡിമിർ പുടിന്റെ വലിയ ഹോബീസിൽ ഒന്നാണ്. പത്താമത്തെ ഫാക്ട് എന്ന് പറയുന്നത്, ലോകത്തുള്ള മുഴുവൻ ഗ്യാങ്സ്റ്റേഴ്സിന്റെയും ബോസാണ് വ്ളാഡിമിർ പുടിൻ. ഇതൊരു പക്ഷേ കുറെ പേർക്കൊക്കെ അറിയാം. അതായത് റഷ്യൻ പ്രസിഡന്റ് പുടിന് അറിയാത്ത ഒരു ഗ്യാങ്ങും ലോകത്തില്ല. ലോകത്തെ മുഴുവൻ ഈ ഗ്യാങ്ങുകളുടെയും തലവന്മാർ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് പുടിൻ. പുടിന്റെ ഒരു അധോലോകം എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ നെറ്റ്വർക്ക് ഉള്ള ഒന്നാണ്. അത് ഇന്നും അജ്ഞാതമാണ്. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ആർക്കും അറിയുകയുമില്ല. പുടിന്റേതായ ഒരു ലോകം തന്നെ പുടിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ വ്ളാഡിമിർ പുടിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിലും ഏറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇതിൽ പറയാത്ത നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യൂ.